ഈ രണ്ട് ഭാഗത്തേക്കും വഴിയുണ്ടായിരുന്നു. ആ രണ്ട് ഭാഗത്ത് വാള് കെട്ടി അവര് വഴി അടച്ച്. മുഴുവൻ വെള്ളവും ചളിയല്ല ഇപ്പൊ അകത്തേക്കാന്ന് പോകുന്നത്. മുറ്റത്ത് ഇങ്ങനെ സി ആക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. ആ സിയുടെ മേത ചെളിയും വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ഇപ്പം മണ്ണ് അടിഞ്ഞു കൂടിയിട്ട് വെള്ളമെല്ലാം അകത്തേക്ക് പോകുന്നത്. ഇത് കാഞ്ഞങ്ങാട് കൂളിയങ്കാലിലെ ഷമീറയുടെ വീടാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിനോട് ചേർന്ന് തന്നെ വലിയ ഒരു കോൺക്രീറ്റ് ഭിത്തി സ്ഥാപിച്ചിട്ടാണ്. ഈ കോൺക്രീറ്റ് ഭിത്തി വന്നതോടുകൂടി തന്നെ ഈ വീട്ടിലേക്കുള്ള വഴി പൂർണ്ണമായും അടഞ്ഞു കഴിഞ്ഞു. നേരത്തെ ആളുകൾക്ക് വാഹനത്തിലൂടെ പോകാൻ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് അതിന്റെ സർവീസ് റോഡ് നിർമ്മിച്ചപ്പോൾ ആ സർവീസ് റോഡിന്റെ ഭിത്തി ഈ വീടിനോട് ചേർന്ന് തന്നെ വീടിന്റെ വഴി പൂർണ്ണമായും അടച്ച് ഭിത്തി നിർമ്മിച്ചു. ആളുകൾ അതിന്റെ ബന്ധുക്കളൊക്കെ പറയുന്നത് മുഴുവൻ മണ്ണും ചെളിയും ഒക്കെ അതിന്റെ വീട്ടിന്റെ മുൻപിൽ വന്ന് വീഴുന്നു. അതോടൊപ്പം തന്നെ ആളുകൾക്ക് കയറിപ്പോവാനുള്ള വഴിയില്ല. പല സന്ദർഭങ്ങളിലായി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ ഈ വിഷയം മനസ്സിലാക്കുകയും അടിയന്തരമായി നടപടിയെടുക്കണം, അവർക്ക് വഴിയൊരുക്കണം എന്ന് ജില്ലാ കളക്ടർ അടക്കം ഉത്തരവിട്ടു. ആ ഉത്തരവിന്റെ കോപ്പിയാണ് ഇതിലുള്ളത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവർക്ക് വഴിയൊരുക്കണം എന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ട് പോലും ഈ കൺസ്ട്രക്ഷൻ കമ്പനി മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ നടപടിയും ഉണ്ടാവുന്നില്ല എന്നാണ് കുടുംബം ഇപ്പോൾ പരാതി പറയുന്നത്. അവർക്ക് പ്രത്യേകിച്ച് സ്ഥലം പോവാത്തത് കൊണ്ട് നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല. ആ വീട്ടിലേക്ക് പോവാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ആളുകൾക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ വീട്ടിലേക്ക് പോവാനോ ഉള്ള വഴിയില്ല. അതോടൊപ്പം മഴ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും വെള്ളം ആ വീടിന്റെ മുറ്റത്ത് കെട്ടിനിൽക്കും. അതിന് ഒഴുകിപ്പോവാനുള്ള വഴിയില്ല. പൂർണ്ണമായും ആ വെള്ളം വീട്ടിന്റെ അകത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ വീട്ടിലേക്കുള്ള വഴി എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കുടുംബം നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരുമായി സംസാരിച്ചിരുന്നു, കലക്ടറെ പോയി കണ്ടിരുന്നു. അങ്ങനെ ഒടുവിൽ കലക്ടർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇതിന്റെ ബന്ധപ്പെട്ട NH അധികൃതരുമായി വഴിയൊരുക്കാനുള്ള നിർദ്ദേശം നൽകി. പക്ഷെ ആ നിർദ്ദേശം നൽകിയിട്ട് പോലും ഇപ്പോൾ അത് പാലിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്നാണ് കുടുംബം പരാതി പറയുന്നത്. എന്തൊക്കെ പ്രയാസമാണ് നിങ്ങളിപ്പോ അനുഭവിക്കുന്നത്? ഇത് രണ്ട് ഭാഗത്തേക്കും വഴിയുണ്ടായിരുന്നു. ആ രണ്ട് ഭാഗത്ത് വാള് കെട്ടി അവര് വഴി അടച്ച്. മുഴുവൻ വെള്ളവും ചളിയല്ല ഇപ്പൊ അകത്തേക്കാന്ന് പോകുന്നത്. മുറ്റത്ത് ഇങ്ങനെ സി ആക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. ആ സിയുടെ മേത ചെളിയും വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് ഇപ്പം മണ്ണ് അടിഞ്ഞു കൂടിയിട്ട് വെള്ളമെല്ലാം അകത്തേക്ക് പോകുന്നത്. ഇവരോട് പറയുമ്പോൾ ഇവര് നമ്മൾ ശരിയാക്കി തരാന്ന് പറയുന്നു. പക്ഷെ അവര് പണി കഴിഞ്ഞിട്ട് പോകുന്നതല്ലാതെ നമ്മൾക്കൊന്നും ശരിയാക്കി തന്നിട്ട് അവര്. എന്നിട്ട് കളക്ടർ 2 പ്രാവശ്യം കണ്ട് കളക്ടർ പറഞ്ഞ് ലാസ്റ്റ് പോയിട്ടാകുമ്പോൾ പറഞ്ഞ് എന്തായാലും ഇതിനൊരു പരിഹാരം കാണും, കൊടുക്കുന്നുണ്ട്. അപ്പുറത്തല്ല NHലേക്കും മയിലാട്ടിയിലേക്കും അയക്കുന്നുണ്ട്. അവർക്ക് അയച്ചിട്ട് ഇപ്പൊ 3 ആഴ്ചയായി. 3 മാസമായി ഇതിങ്ങനെ ആക്കിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ട. ആ ഭിത്തി എടുത്തില്ലെങ്കിൽ അവിടെ ഇറങ്ങുന്ന അവിടെ ഭിത്തി എടുത്തില്ലെങ്കിൽ അവിടെ 2 സ്റ്റെപ്പെങ്കിലും വെക്കായിരുന്നു. അതുവരെ അവര് ചെയ്തിരുന്നില്ല. വീട്ടിലിപ്പോ ആരൊക്കെയാണ് താമസമുള്ളത്? രോഗികളുണ്ടോ? അവർക്ക് ആശുപത്രി അനിയത്തിക്ക് സുഖമില്ല. പിന്നെ ഇപ്പൊ ബന്ധു ഒരു കുട്ടിയുണ്ട് ഇവിടെ. പിന്നെ 3 മക്കളുണ്ട് ഇവിടെ താമസം. ആർക്കും പുറത്തു പോകണമെങ്കിലും അകത്ത് കയറണമെങ്കിലും ഒക്കെ വലിയ പ്രയാസം നേരിടുന്നുണ്ട്. അതെ, വലിയ പ്രയാസം നേരിടുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് അവര് മതിൽ പൊളിച്ചിട്ട് ചെറിയൊരു വഴി അപ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ പുറത്തിറങ്ങുന്നത്. ഇതിലെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. ഇപ്പൊ വീട്ടുകാരും അതിൽ ചെറിയൊരു വഴി നൽകിയതാണ് ഇപ്പൊ ഇവർക്കൊരു ഏക ആശ്വാസം. അതേ ഉള്ളൂ ഇപ്പൊ ആശ്വാസം. കലക്ടറും അടക്കമുള്ള ആളുകൾ ബന്ധപ്പെടാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിൽ അതോടൊപ്പം NHലൊക്കെ പോയിരുന്നല്ലോ. NH എന്താണ് പറഞ്ഞത്? NHൽ പോയിരുന്നു. അവർ പറഞ്ഞ നിങ്ങൾ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ കൊടുക്കണമായിരുന്നു, നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടട്ടിരുന്നു ആ സമയത്തെങ്കിൽ. ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇതുപോലെ സംഭവിക്കുന്നത്. പിന്നെ എങ്ങനെ ഞങ്ങൾ കൊടുക്കും അങ്ങനെ? അതുകൊണ്ട് ഇപ്പൊ എന്തു ചെയ്യാൻ പറ്റിയില്ല എന്ന് അവര് പറഞ്ഞു. അവര് വന്നിട്ട് ഇവിടെ കണ്ടിരുന്നു. അവര് പറഞ്ഞു ഇതെന്തെന്ന് തന്നെ അവരും പറയുന്നത്. പക്ഷെ അവരൊന്നും ചെയ്തിട്ടാ. വന്ന് പോയിട്ട് ഇപ്പൊ 3 മാസമായി. ഇവര് സൂചിപ്പിക്കുന്നത് നേരത്തെ NHന്റെ അധികൃതരെ കണ്ടപ്പോൾ അവർ ഇത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന കാര്യമാണ് ചോദിക്കുന്നത് എന്നതാണ് കുടുംബം ഇപ്പോൾ നമ്മളോട് പറയുന്നത്. പക്ഷെ ഇത്തരത്തിൽ ഒരു മതിൽ വരും, ഞങ്ങളുടെ വഴി അടയും എന്ന കാര്യം നേരത്തെ ഇവർ അറിയില്ലായിരുന്നു. ഈ റോഡ് ഇങ്ങനെയാണ് വരുന്നത്, ഇവിടെ മണ്ണിട്ട് ഉയർത്തും, ഒരു വലിയ മതിൽ തങ്ങളുടെ വീട്ടിന് മുമ്പിൽ വരും, വെള്ളവും ചെളിയും ഒക്കെ ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ വരും, വഴി അടയും എന്ന കാര്യം നേരത്തെ അറിയില്ലായിരുന്നു. ഇത് ഈ കുടുംബത്തിന് മാത്രമല്ല ജനപ്രതിനിധി
ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിന്റെ ഏത് രൂപത്തിലാണ് ഈ നിർമ്മാണം നടക്കുന്നത് എന്നതിനെ കുറിച്ച് വലിയ ധാരണയില്ല. എല്ലാ സ്ഥലത്തും ഇത്തരം പ്രശ്നങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് നേരത്തെ പരാതി പറഞ്ഞില്ല എന്ന കാരണം പറഞ്ഞ് NH ഇവരുടെ ന്യായമായ അവകാശത്തെ ഹനിക്കുന്നത് വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. നിയമപരമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബം. ഇബ്രാഹിം നെല്ലിക്കട്ടയോടൊപ്പം ഷഫീഖ് നസറുള്ള, മീഡിയ 1 കാസർഗോഡ്.